ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ആർക്കും തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ബ്രൗണിക്ക് എന്തായാലും ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ തന്നെ ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. അതിന് 1 കപ്പ് മൈദ ആവശ്യമുണ്ട്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നിറച്ച് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണിന് പകുതി മതി കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇതിന് ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു തവണയൊക്കെ അരിച്ചാൽ മതിയാവും കേട്ടോ. കൂടുതൽ അങ്ങനെ കുറേ പ്രാവശ്യം ഒന്നും അരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആ ബൗളിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് റെഡിയാക്കാനുണ്ട്, മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പീസ്, അപ്പോൾ ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക. ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഇതുപോലുള്ളൊരു പാക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതിൻ്റെ ഒരു പീസ് എടുത്താൽ മതിയാവും കേട്ടോ. അതെന്തായാലും 100 ഗ്രാം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നതാവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽട്ടായി കിട്ടും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മെൽട്ടാക്കുന്ന ഈ ഒരു ബൗളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഒരു നനവും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെൽട്ടായി കിട്ടില്ല. ഞാൻ കുറച്ച് ആദ്യമൊക്കെ എനിക്ക് ഫ്ലോപ്പായി പോകലുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാനിൽ നന്നായിട്ട് തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം തീ സിമ്മിലാക്കി വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് വെച്ച ഈ ബൗളൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം അനക്കാതെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മെൽട്ടായി വരും. അത് നമ്മൾ അതുപോലെ തന്നെ ഈ സ്പൂണിലും ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. തീ ഒരിക്കലും കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. അപ്പോൾ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. 250 മില്ലിൻ്റെ കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നിറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ഒരു മിനിറ്റൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദേൻ്റെ കൂട്ടിലെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നല്ല എന്താ പറയുക കട്ടിയിലാട്ടോ ഉണ്ടാവുക. നമ്മുടെ ഈ ബ്രൗണിൻ്റെ ബാറ്റർ തന്നെ നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. നമ്മുടെ കേക്ക് പോലെ അത്ര സോഫ്റ്റ് ആയിട്ടല്ലല്ലോ ബ്രൗണി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബാറ്ററും അങ്ങനെ ലൂസായി പോവരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു സിലിക്കോൺ പേപ്പർ ആട്ടോ. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ എടുക്കുന്നില്ലേ, അതുപോലൊരു സിലിക്കോൺ പേപ്പർ. ഇതാ ഏറ്റവും നല്ല ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയതാട്ടോ. ബട്ടർ പേപ്പർ പോലെയല്ല, ഇതാകുമ്പോൾ നമ്മുടെ എന്താ പറയുക ബേക്കിംഗ് ട്രേ അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും ഇത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതിലോട്ട് നമ്മളെ ബ്രൗണിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു 10-15 മിനിറ്റ് മുന്നേ ഇതുപോലെ ഒരു അലൂമിനിയം ചെമ്പ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റാൻഡ് വെച്ചിട്ട്. ഇനി ഇതിലോട്ട് ബ്രൗണി വെച്ച് കൊടുക്കുക. ഇനി ഒരു 10-35 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ബ്രൗണിൻ്റെ മേൽഭാഗമൊക്കെ ഇതുപോലെയല്ലേ ഉണ്ടാവുക, നല്ല ഡ്രൈ ആയിട്ട്. അപ്പോൾ ഈ ഒരു സിലിക്കോൺ പേപ്പർ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനും പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാഷ് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാനും പറ്റും. നല്ലൊരു പ്രോഡക്റ്റാണ് അത്. അപ്പോൾ അതെ നമ്മുടെ ബ്രൗണി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പീസാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ ബ്രൗണിൻ്റെ അറിയാലോ, ഒരേ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രൗണി നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ബ്രൗണിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആട്ടോ ഈ വാനില ഐസ്ക്രീം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബ്രൗണി മാത്രം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.